ഞാനപ്പോൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ തറവാട് വീട്ടിലാണ്. ഇതാണ് തറവാട് വീട്. ഇവിടെയൊക്കെ അടിപൊളി സ്ഥലം കേട്ടോ. നല്ല സീനറിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നു. ഇപ്പോൾ രാവിലെ വിഷുവൊക്കെ ആകുമ്പം എല്ലാവരും ഉച്ചയ്ക്കത്തേക്കുള്ള എല്ലാ ഫുഡെല്ലാം റെഡിയാകും. അപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് എല്ലാം റെഡിയാക്കി എല്ലാം. അപ്പം അവിടെ മമ്മിയൊക്കെ അതിൽ തിരക്കാം. അപ്പം ഞാനൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നു കേട്ടോ. ഇതെൻ്റെ ഒരു കൊച്ചച്ഛനാണ്. പിന്നെ ഇതും കൊച്ചച്ഛന്മാരെല്ലാം അടുത്തടുത്തെല്ലാം ഉണ്ട്. പിന്നെ ചേട്ടനും പിന്നെ കസിൻസും അവരെല്ലാം പാചകത്തിൻ്റെ പുറകെ പോയി. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ചേച്ചിയും എൻ്റെ ഒരു ആൻറ്റിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് കേട്ടോ. പിന്നെ എൻ്റെ അവിടുത്തെ പിള്ളേരൊക്കെ ആണെങ്കിലും പുറത്ത് പോയി ഭയങ്കര കളിയും. ഇതെൻ്റെ ഒരു നാത്തൂനാണ്. പിന്നെ പ്രണവും മഹതിയും നിലയൊക്കെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വിഷുവൊക്കെ അല്ല അപ്പം വരുന്നവരും എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ മമ്മിയൊക്കെ അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനാണെങ്കിൽ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കസിൻസിനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചില്ലാന്ന് വെച്ച് പിന്നെ വീട് ഫുള്ളും നിങ്ങളെ അതിലൊരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. വീട് ഫുള്ളും നല്ല രസമാണ് അകത്ത് കാണാനും പുറമൊക്കെ നല്ല ഭംഗിയാണ് കാണാനും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. മമ്മിയോടൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം മോളെയൊക്കെ വിട്ടിട്ട് പിന്നെ ഇതും എൻ്റെ അനിയത്തിമാരാണ് കേട്ടോ. അപ്പം അവരും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കും. അവർ പോലും അറിയാതെ പുറകെ പോയി അവരുടെ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഇത് പണ്ടത്തെയൊക്കെ ആണെങ്കിൽ പണ്ടാണ് ഇനിയുണ്ട് എൻ്റെ കസിൻസ്. അവർ കുറച്ച് പേര് വന്നില്ല. അപ്പം അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയം. പിന്നെ ഇത് ഫോട്ടോസ് എടുക്കുക. പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുക. പിന്നെ വിഷുക്കണി അവിടുത്തെ വിഷുക്കണി വെച്ചേക്കുന്ന വിഷുക്കണി നല്ല രസമാണ് കേട്ടോ കാണാൻ കേട്ടോ. അടിപൊളിയായിട്ടാണ് കണി വെച്ചേക്കുന്നത്. പിന്നെ ഇതെൻ്റെ ചേച്ചിയാണ് കേട്ടോ. ഇത് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ ഏകദേശമായി. പിന്നെ കാരണവന്മാർക്ക് ചോറ് കൊടുത്തിട്ട് കഴിക്കത്തുള്ളൂ. പണ്ട് തൊട്ടുള്ള ചടങ്ങാണ് കേട്ടോ. അപ്പം ഏകദേശം ഞങ്ങൾ സദ്യവട്ടത്തിലേക്ക് തയ്യാറായി. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പിന്നെ അടിപൊളി പായസം ഉണ്ടായിരുന്നു. പായസത്തിൻ്റെ വീഡിയോ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ കയ്യിൽ കുഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെതായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ അവരൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പം ഇതെല്ലാം എൻ്റെ കൊച്ചച്ഛന്മാരും എൻ്റെ ആൻറ്റിമാരും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അവരുടെ ഫാമിലിയും എല്ലാം. അന്നേരം പിന്നെ അവർ ഏകദേശം ഫുഡൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. പറഞ്ഞിരിക്കണം അത്ര നല്ല ടേസ്റ്റായ ഫുഡായിരുന്നു എല്ലാം. പിന്നെ മമ്മിയും പിന്നെ എൻ്റെ അവിടുത്തെ അയലോകത്തെ ചേച്ചിമാരും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരുടെ പേര് നിർത്തില്ല. അവരും ഉണ്ട്. പിന്നെ ഫുഡൊക്കെ അവരും കഴിച്ചു തുടങ്ങി. ഞങ്ങളും കഴിക്കാൻ ഇരുന്നു കേട്ടോ. എന്തായാലും പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര കളിയാണ് പിള്ളേരൊക്കെ. പിന്നെ അവിടെ നാത്തൂരാണെങ്കിൽ അവളൊരു ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുക. അവൾ പോലും അറിയാതെ ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്താൽ. പിന്നെ ഇതൊക്കെ എൻ്റെ അനിയന്മാരാണ് കേട്ടോ. അവന്മാർ കളിയാക്കുന്ന യോയോ എന്നൊക്കെ പറഞ്ഞ് അപ്പം അവന്മാർ പറയുന്നത് എവിടെ പോയാലും ബ്ലോഗേഴ്സുള്ളത്. പിന്നെ ഞാൻ അവിടെ ചുമ്മാ ഇരുന്ന് ഒരു ഊഞ്ഞാലെ കയറി ഇങ്ങനെ ആടിക്കൊണ്ടൊക്കെ ഇരുന്നു. അപ്പം ഇത് ഇത്രയല്ല കേട്ടോ. ഇനിയും